ദ്രോഹി, എന്റെ കുടുംബത്തിൽ വന്ന് പിറന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ നീ. എന്നോട് ക്ഷമിക്കമ്മേ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അമ്മമ്മ എന്നെ ഹെൽപ്പ് ചെയ്യണം. ഈ വിവരം ആർക്കും അറിയില്ലല്ലോ. അറിയില്ല അമ്മമ്മേ, ഈ കാര്യം ആദ്യമായി അമ്മമ്മയോട് തന്നെ പറയുന്നേ. എനിക്ക് അമ്മയും അച്ഛനും അല്ലേ അമ്മമ്മേ. അമ്മമ്മ തന്നെ എന്നെ രക്ഷിക്കണം. 2 ദിവസത്തിനുള്ളിൽ ഇളയമ്മാന്റെ അച്ഛനും അമ്മയും നിന്റെ നിശ്ചയം നടത്താൻ ജർമ്മനിയിൽ നിന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് ഇങ്ങനെ ഒരു ഷോക്ക് ഉണ്ടാക്കി വെച്ചല്ലോ നീ. എത്ര നാളായി? 3 മാസം. ഒരു കാര്യം ചെയ്യൂ, ആ ഇളയമാനെ തന്നെ കെട്ടാം. ഞാൻ സെലക്ട് ചെയ്തത് ശരിയല്ല എന്ന് പറയുമ്പോ ഏത് മാനായാലും കഴുതിയായാലും ഓക്കെ. അല്ല, ഇളയമാൻ പാവല്ലേ? അവൻ ജർമ്മനിയിൽ വളർന്ന പയ്യനാടി. ഇതൊക്കെ അവിടെ സർവ്വസാധാരണം. എല്ലാറ്റിനും ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ അല്ല, ഞാൻ മണ്ടനാണെന്ന് വിചാരിച്ചു ഇങ്ങനെ ഒരു പെണ്ണിനെ കെട്ടാൻ. അവളെ കെട്ടണമെങ്കിൽ നീ പുണ്യം ചെയ്യണം. ഏത്? തോളിൽ 1 ഇട്ട് കയ്യിലും 2 പിടിച്ച് ഗ്രൂപ്പായിട്ട് വരും. അവളെ ഞാൻ കെട്ടണമെന്നോ? ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛനാവാൻ നീ പുണ്യം ചെയ്യണം. അയ്യോ അയ്യോ, ഇത് വളരെ മോശമായ കുടുംബം, പന്ന കുടുംബം. ഞാൻ പോണു, ഞാൻ ഫോറിലേക്ക് പോണു. നിക്കടാ, എന്തിനാടാ മോശമായിട്ടൊക്കെ പറയുന്നേ? ഇപ്പോഴെന്തിനാടാ ഓടുന്നേ? പിന്നല്ലാതെ ഏതോ ഒരുത്തം ചെയ്ത ട്യൂണിന് ഞാൻ മ്യൂസിക് ഡയറക്ടർ ആവാൻ പറയുന്നോ? ആര് ചെയ്താൽ എന്താണ്? സോങ് ഹിറ്റാകും. ഇത് സോങ് അല്ല, താങ്. താങ്ക് യു അമ്മമ്മ. അമ്മമ്മയാണ് അമ്മമ്മ. ആട്ടെ, ഇളയമാനെ തുരുത്താൻ ആരാ ഇങ്ങനെ ഒരു സൂപ്പർ ഐഡിയ തന്നത്? അതാ ഞാൻ ഓർത്ത, ഇത്ര ചീപ്പ് ഐഡിയ ഒന്നും മാധവൻ തരില്ല. ആട്ടെ, ആരെ കെട്ടാനാ അവനെ വരട്ടാൻ പറഞ്ഞത്? മാധവൻ. പറഞ്ഞു തന്നൊക്കെ ഓർമ്മയുണ്ടോ? മറക്കാൻ പറ്റുമോ? എന്റെ ജീവിതം തന്നെ അതിലായിരിക്കുന്നേ. ഒരിക്കലും മറക്കില്ല സാർ. ഡേ വാടാ, എല്ലാരും മുകളിലോട്ട് വാ. ശരി, എന്തു പറയുന്നേ? പറയൂ, കേക്കട്ടെ. ആദ്യം വന്ന ഒരുത്തൻ, നേരിൽ കണ്ട ആളെ അറിയാം. എന്നെ ഒരു മുറിക്കകത്ത് കെട്ടിയിട്ടിട്ട് എന്റെ അളിയൻ ബാനർജി, പാവം ബാനർജി, അയ്യോ പാവി, അവന് തോക്ക് കാണിച്ച് വരട്ടിയിട്ട് എന്നെ പോലെ വേഷം കെട്ടിയിട്ട് ജഡ്ജിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ എന്തിനാടാ നീ പോയെ? ഇത് അവര് ജഡ്ജിയെ ഇല്ലാതാക്കാനാ. ഇത് ഞാൻ ഇതെവിടെ വെച്ച് ചോദിച്ചാലും പറയോടാ. ഇത് അവര്, ദൈവത്തിനാണ് സത്യം, ഇത് എവിടെ വെച്ച് ചോദിച്ചാലും പറയും. ഇത് ഞാൻ ഇവിടെ പോയി പറയും. മുരുക, മുങ്ങിയ കൊന്നുകളയുന്നു ഞാൻ. സാർ, സാർ നോക്കിക്കോ, ഞാൻ കലക്കുന്നത് നോക്കിക്കോ. അവൻ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. അവൻ പോയി, അവൻ ഓടി പോകുന്നു. ചെല്ല്, ഓടിച്ചെല്ല്. എന്താപ്പാ, ആരായാലും ജാഗ്രതയോടെ ഇരിക്കണമെന്ന് പറഞ്ഞു തന്നത് നിങ്ങളല്ലേ? ഇങ്ങനെ അടികിട്ടിരിക്കുന്നല്ലോ. അവൻ കള്ളത്തരത്തിന്റെ ഉസ്താദാ. നേരത്തെ തന്നെ കായംകുളത്തൊരു തുണിക്കടക്കാരന് വേല വെച്ചിട്ട് രക്ഷപ്പെട്ട് കൽക്കട്ടയിൽ വന്നവൻ. അവനെ കൂടേക്ക് പോലീസ് സ്റ്റേഷനിൽ വിട്ട് അവൻ പോവോ? പറ്റിച്ചു വല്ല പൊള്ളാച്ചിക്കും പോയി കാണും. ഇപ്പോഴൊന്ന് പറയാം, നിങ്ങളുള്ള അടുപ്പം വെച്ചിട്ട് പറയൂ, വിട്ടേക്ക്. എന്റെ അച്ഛന് മാത്രമല്ല, എല്ലാരും വിട്ടേക്ക്. പണം തിരിച്ചു തന്നാ എല്ലാം കഴിഞ്ഞോ? ഇതിന്റെ 100 ഇരട്ടി ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരാം. ആ ജഡ്ജിനെ കൊല്ലാൻ വേണ്ടി ആദവനെ ജഡ്ജിൽ നിന്ന് പിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനൊരു തുറുപ്പ് ചീട്ട് മാത്രം പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചിട്ട് കാര്യമില്ല. ചീട്ടുകെട്ട് മുഴുവനായും അയക്കണം. പോലീസിന് ഫോൺ ചെയ്യടാ. പോലീസിനോ? അതെ, നിങ്ങൾ മൊത്തമായി സ്റ്റേഷനിലേക്ക് പോയിക്കോ. നിങ്ങൾ ആരാന്ന് പറയേ, tell them everything. അപ്പൊ പോലീസ് എവിടെ പോകും? വരും, നിങ്ങളുടെ അടുത്തേക്ക് ആദവൻ വരും. ജയിലിനുള്ളിലേക്ക് അവനെ തള്ളിവിട്. വെളിയിൽ ഞാൻ ജഡ്ജിനെ കൊല്ലാം. നാളെ വിചാരണ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിനായി ആ ജഡ്ജ് ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. പാവപ്പെട്ട കുട്ടികളെ കടത്തി ബലാത്സംഗം ചെയ്ത് കൊന്ന് അവരുടെ അവയവങ്ങളെ ഓപ്പറേഷൻ ചെയ്ത് വെട്ടിയെടുത്ത് വിദേശത്തേക്ക് അയച്ച് കോടികൾ സമ്പാദിച്ച് കൊടും ക്രൂരത ചെയ്തവരാണിവർ. പ്രധാന കുറ്റവാളിയായ ഡോക്ടർ അബ്ദുൾ കുൽക്കർണിയാണ് ഈ സംഘത്തിലെ തലവൻ. അവനും അവനൊത്താശ ചെയ്യുന്ന രാഷ്ട്രീയക്കാർക്കും ഡോക്ടർമാർക്കും തൂക്കുകയർ ലഭിക്കാനായി ഞാൻ വിധി എഴുതിക്കൊള്ളുന്നു. എന്തിനാ അടിക്കുന്നത്? നീ ക്രിമിനൽ അല്ല. എന്തിനാ അവൻ അടിക്കുന്നത്? ഇവൻ മാധവനല്ല, ആദവൻ. അടിക്കല്ലേ, അവനെ അടിക്കല്ലേ. എന്തിനാ ബഹളം? അടിക്കല്ലേ.
ഞാൻ പറഞ്ഞത് താൻ കേട്ടില്ലേ? ഐ ആം സോറി സർ. എന്തിനാ അവനെ അടിക്കുന്നത്? വിളിച്ചിട്ട് വരാഞ്ഞിട്ടാണ് സാർ അടിക്കേണ്ടി വന്നത്. ഇല്ല സർ, അവനെ തൂക്കിയെടുത്ത് ജീപ്പിലേക്ക് വിചാരിച്ച അവനെ അടിക്കുന്നേ? അവൻ ഈ വീട്ടിൽ അറിയാം മാഡം, അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ അടിക്കുന്നത്. ഈ നിൽക്കുന്ന ജഡ്ജിയില്ലേ, അദ്ദേഹത്തെ കൊല്ലാമെന്ന കൊലയാളിയാണ് ഇവൻ. എന്ത്? എന്നെ കൊല്ലാമെന്നവനോ? ഡു യു ഹാവ് എനി എവിഡൻസ് ഫോർ ദാറ്റ്? അവനെ വിശ്വസിക്കല്ലേ മോനെ, ഞാൻ പറയുന്നത് കേക്ക്. അവൻ നമ്മുടെ വേണ്ട, വിശ്വസിക്കണ്ട. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് പറയാം. Bring them. ഏയ്, പറഞ്ഞു കൊടുക്കടാ. സാറിനെ കൊല്ലാനാ ആദവൻ എന്റെ അടിയനായി ഇവിടെ വന്നത്. ഇവനാ എന്റെ പെങ്ങളെ കെട്ടാൻ പോകുന്ന ഒറിജിനൽ മുരുകൻ. ഇവനെ കൊന്നു കളയുന്ന ആദവൻ പേടിപ്പിച്ചോണ്ടാ ഞാനും ഇത്രയും കാലം അവന്റെ കൂടെ നിന്നത്. എങ്ങനെയാ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ന് രാവിലെ ഞാൻ അളിയന്റെ അടുത്ത് എത്തിയത്. അതേമ്മേ, ഞങ്ങള് വന്ന് സത്യം പറഞ്ഞതിന് മുമ്പ് പോലീസ് വന്നു. സാർ, ആദവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ അവനെ എങ്ങനെ ഇടിക്കുന്നത്? മതി മതി, പറഞ്ഞതൊക്കെ മതി. ബാക്കിയൊക്കെ കോടതിയിൽ പറയാം. ഇവരെ കൂട്ടിക്കൊണ്ടുപോ. Not only this, sir. We got strong evidence. ഇവനെ വളർത്തിയ റാവുത്രയും അവരുടെ സംഘത്തെയും പിടിച്ചു. സോ ഇവനെ കുറിച്ചുള്ള A to Z വിവരങ്ങൾ അവർ തന്നെ പറഞ്ഞു. ഇവനൊരു പ്രൊഫഷണൽ കൊലയാളിയാണ്. He is a paid killer. പണത്തിനായി എന്തും ചെയ്യും സർ. And we got enough proof, sir. Shall I proceed, sir? 1 second. ഡാ, നീ ആരയച്ചിട്ടാ എന്നെ കൊല്ലാമെന്നത്? ഞാൻ ചെയ്ത എൻക്വയറിക്ക് നീ ഒരു സാക്ഷിയാ. പറയേ. അവൻ പറയില്ല സർ, അവൻ പറയില്ല. അവനെ കൊണ്ട് ഞാൻ പറയിക്കാം. നല്ലവനായാലും കെട്ടവനായാലും ഇവിടെ ഇട്ട് അടിക്കാതെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോ. ഹലോ AC, ജസ്റ്റ് അറസ്റ്റിംഗ് മാൻ ഡു യുവർ ഡ്യൂട്ടി. ബാക്കി കോടതിയിൽ കാണാമല്ലോ. ഇങ്ങനെയുള്ളവരെ കോടതിയിൽ കൊണ്ടുവന്നുള്ള സ്ഥിതി അങ്ങനെ അറിയാമല്ലോ. പറടാ. Guns down. Put your guns down. No, വേണ്ട. No. നോ, അഥവാ അയാൾ അടിക്കണ്ട. യു ആർ ഡൂയിങ് എ ക്രൈം. Put your guns down. Put your guns down. Else I'll shoot him. Put your guns down. താരാ, മുകളിലെ റൂമിൽ പോയി അവിടെയുള്ള ലാപ്ടോപ്പ്, പെൻ ഡ്രൈവ് എന്നൊരു ബാഗിലേക്ക് എടുത്തിട്ട് No. പോ. താരാ, don't give. No. No. പോ. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ കൊല്ലും. ആ രോഗി അവനെ കൊന്നു കളയും മോളെ. പോയി എടുത്തോണ്ട് വാ. പോ. താരാ, വേണ്ട. 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 വാ, കൊണ്ടുവാ. പറഞ്ഞാലോ ഉണ്ട്. എല്ലാം എടുത്തിട്ടുണ്ട്. പോ. ഏയ്, കൊല്ലും ഞാൻ. He will die. Move. പോ. No. പോ. പോയി വണ്ടി എടുക്കും. കേരളത്ത് വേഗം. എന്താടാ പറയുന്നേ? കളിക്കുന്നോ? എന്റെ ഒരു കൈയും കാലും പോയി സർ. ഇതിനായി ഞാൻ കളിക്കുമോ സർ? ജഡ്ജിനെയും? അതെ സർ. ലാപ്ടോപ്പ് ഓൾസോ? അതെ സർ. ലാപ്ടോപ്പ് മാത്രമല്ല, പെൻഡ്രൈവ് ഉണ്ട്. വൈറ്റ് അംബാസിഡർ അല്ലേ? അതെ സർ. മലയാളികളാരും കൂടെയില്ലല്ലോ? ആർ യു ഷുവർ? യെസ് സർ. ഇവളെല്ലാം ബംഗാളികളാ, ഞാൻ മാത്രമേ ഉള്ളൂ മലയാളി. സോറി മാം, എല്ലാം അറിഞ്ഞിട്ടാ വന്നേ. സർ, ആദവനുണ്ടല്ലോ. ഷട്ട് അപ്പ്. നീ എന്തിനാ ഇവിടെ വന്നേ? നിന്നേക്കാൾ വലിയ ഓഫീസറാ ഞാൻ. എന്നെ ഇൻഫോം ചെയ്തോ? സാർ, ആരെയോ ഫോണിൽ വിളിച്ചിട്ട് പെൻഡ്രൈവും ലാപ്ടോപ്പും എടുത്തുകൊണ്ട് പോയത് ഇയാൾ പറഞ്ഞു. അറസ്റ്റ് ചെയ്യും. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഇവന് ട്രീറ്റ്മെന്റ് കൊടുക്കും. ടേക്ക് ഹിം ടു ദി ഹോസ്പിറ്റൽ. യെസ് സർ. കൊന്നുകളയും, പോടാ. മാഡം, സത്യത്തിൽ ആദവൻ ജഡ്ജിനെ കൊല്ലാൻ തന്നെയാണ് ശ്രമിച്ചത്. ഇൻഫാക്ട് ജഡ്ജി നാട്ടിൽ വന്ന ആദ്യ നാൾ തന്നെ അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യാൻ വന്ന സംഘത്തെ ഞങ്ങൾ ചേസ് ചെയ്തു. Don't move.
അടി മതിയാക്ക്. നിങ്ങൾ പൊയ്ക്കോ. ഇതുപോലുള്ള അടിയൊക്കെ നിനക്ക് സർവ്വസാധാരണമല്ലേ? ഇതിലും കൂടുതൽ കാശ് കിട്ടിയാൽ അതേ ജഡ്ജിനെ വീണ്ടും കൊല്ലാൻ നീ തയ്യാറാവില്ലേ? ഏയ്, എനിക്കറിയാടാ ആ ജഡ്ജിനെ നീ വീണ്ടും കൊല്ലാൻ നോക്കുമെന്ന്. സർ, അദ്ദേഹം എന്റെ അച്ഛനാ സർ. അദ്ദേഹത്തെ എനിക്ക് എങ്ങനെ കൊല്ലാൻ കഴിയും സർ? ശരി, നീയില്ലെങ്കിൽ എന്താ? വേറൊരുത്തിനെ വെച്ച് ആ ജഡ്ജിനെ എന്തായാലും കൊല്ലില്ലേ? സമ്മതിക്കില്ല. എന്റെ അച്ഛനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കത് കഴിയില്ലടാ. അല്ല, കഴിയും. അവര് വലിയ ഗ്രൂപ്പാ, നിനക്ക് കഴിയില്ല. കഴിയും, കഴിയും. എന്ത് കഴിയും? 24 മണിക്കൂറും കൂടിയിരുന്ന് സംരക്ഷിക്കണം, കാവലായിരുന്നു. കഴിയുമോ? കഴിയില്ലല്ലേ? ഞാൻ പറയുന്ന പോലെ ചെയ്താൽ കഴിയും. അതിന് നീ അപ്രൂവറായി മാറണം. ഏയ്, എന്താ ചിരിക്കുന്നേ? നിന്റെ അച്ഛന് മാത്രമല്ലടാ, എന്റെ ഡിപ്പാർട്ട്മെന്റിന് നല്ലത് ചെയ്യാനൊരു ചാൻസ്. എന്താ ചെയ്യില്ലേ നീ? ഞാൻ കഴിയില്ല സർ. കഴിയും, നിനക്കത് കഴിയുമെടാ. ആദവൻ വഴി കൊലയാളി സംഘത്തെയും തീവ്രവാദികളെയും ഒറ്റയടിക്ക് പിടിക്കാനാ അവൻ ഈ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. അവനും കൊലയാളിയെ പോലെ നടിച്ചുകൊണ്ടിരുന്നു. ജഡ്ജിനെ രക്ഷപ്പെടുന്നത് കൂടാതെ അദ്ദേഹത്തിന് എൻക്വയറി ഫൈൻഡിങ്സ് കോർട്ടിൽ എത്തിക്കുന്ന ജോലിയും അവൻ തന്നെ ഏറ്റെടുത്തു. അവൻ എന്നെ തേടിയ കമ്മീഷൻ ഓഫീസിൽ പോയത്. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല.